everyone, welcome back to my channel. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻകറിയാണ്. ചില മീൻകറിയൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ആ മീനിൻ്റെ ടേസ്റ്റ് അതേപടി നമുക്ക് കിട്ടത്തില്ല. അങ്ങനെയൊന്നും സംഭവിക്കാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മീൻകറി ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കണത്. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം കേട്ടോ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 2 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 10-12 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, എരിവിനനുസരിച്ച് പച്ചമുളക് നമ്മൾ കീറിയെടുത്തിട്ടുണ്ട്, കറിവേപ്പില, 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി, തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കപ്പ് തലപ്പാൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ പാകത്തിന് 2-ാം പാലും എടുത്തിട്ടുണ്ട്. മീൻ ഉപ്പും മുളകും മഞ്ഞളും ചേർത്ത് നല്ലോണം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ 2 വശം ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാൻ പോവാണ്. അതൊന്നാവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ചട്ടി ചൂടാകുമ്പോഴേക്കും ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മീൻ വറുത്തതിൻ്റെ ബാക്കിയാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യമേ നമ്മൾ ഇഞ്ചി ഇട്ട് ഒന്ന് വഴറ്റെടുക്കുകയാണ്. അതൊന്നായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് കീറി വെച്ചേക്കണ പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. രണ്ട് തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി അതിലേക്ക് മസാലകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ മുളക് പൊടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം കേട്ടോ. എരിവ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. അതൊന്നായി കഴിയുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം. തക്കാളിയും കൂടി ഇതിൽ കിടന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ നല്ലോണം ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച 2-ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നല്ലോണം ഒന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കണ മീൻ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മീൻ ഇതിൽ കിടന്ന് 2 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. ഇടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ചെറുതായിട്ട് തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് തീ ഓഫ് ചെയ്യാം. അപ്പം ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻ കറിയാണ്. നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ.